ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് പ്ലാസ്റ്റിക് മാലിന്യം. മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് പോലും മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങൾ കണ്ടെത്തിയത് ശാസ്ത്ര ലോകത്തെ പോലും ഞെട്ടിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുക എന്നതാണ് ഈ വർഷം ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെക്കുന്ന സന്ദേശം. 2004 മുതലാണ് മൈക്രോ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പഠനങ്ങൾ സമുദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്നത്. മണ്ണ്, ജലം, വായു എന്നിവയെ ഒരുപോലെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് മൈക്രോ പ്ലാസ്റ്റിക് അഥവാ സൂക്ഷ്മ പ്ലാസ്റ്റിക് കണികകൾ. എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്? 5 മില്ലിമീറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കണികകളെയാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വിശേഷിപ്പിക്കുന്നത്. വലിയ പ്ലാസ്റ്റിക് കണങ്ങൾ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ വഴിയും കടൽ തിരമാലകൾ വഴിയും മറ്റു ജൈവിക പ്രവർത്തനങ്ങൾ വഴിയും സൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങളായി മാറുന്നു. ഇത് മണ്ണിനും മനുഷ്യനും പ്രകൃതിക്കും ഒരുപോലെ ദോഷം ചെയ്യുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് മണ്ണിലേക്ക് എത്തുന്നത് വഴി മണ്ണ് തുരന്ന് ജീവിക്കുന്ന ജീവികളെ പ്രതികൂലമായി ബാധിക്കുകയും ചെടികളുടെ വേരിന്റെ വളർച്ചയെ സാരമായി ബാധിക്കുകയും ചെയ്യും. പ്ലാസ്റ്റിക്കിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഹെവി മെറ്റലുകളായ സിങ്ക്, ലെഡ്, മെർക്കുറി, കാഡ്മിയം പോലുള്ളവ വിവിധ ജലസ്രോതസ്സുകളിൽ കലരുന്നതിലൂടെ നമ്മുടെ കുടിവെള്ളവും മറ്റ് ജലസ്രോതസ്സുകളും ഓരോ നിമിഷവും മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നെതർലൻഡ്സിൽ നടന്ന ഒരു പഠനത്തിൽ മനുഷ്യന്റെ രക്തസാമ്പിളിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തി. പ്രകൃതിക്ക് ഏറെ പരിഗണന നൽകുകയും മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഏറെയുള്ളതുമായ നെതർലൻഡ്സിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക് മാലിന്യം രക്തത്തിൽ കണ്ടത് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു. ന്യൂ മെക്സിക്കോ സർവകലാശാല നടത്തിയ ഒരു പഠനത്തിൽ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അങ്ങനെ മനുഷ്യ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക് വ്യാപിച്ചിരിക്കുകയാണ്. വെള്ളത്തിലും ഭക്ഷണത്തിലും ശരീരത്തിനകത്തുമുണ്ട് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ശരീരത്തിലെത്തിയാൽ ചുവന്ന രക്താണുക്കളെ കവർ ചെയ്ത് ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നു. കൂടാതെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് റിപ്പോർട്ട് പ്രകാരം ദഹനം, ശ്വസനം, എൻഡോക്രൈൻ, പ്രത്യുൽപാദനം, രോഗപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ മനുഷ്യ ശരീരത്തിലെ വിവിധ സംവിധാനങ്ങളെ മൈക്രോ പ്ലാസ്റ്റിക് ബാധിക്കും. മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങൾ അകത്തു കടക്കുന്നതോടെ അത് ദഹനനാളത്തിൽ ശാരീരിക അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഇത് ശരീരവീക്കത്തിലേക്കും ദഹനനാളത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, മറ്റ് പാരിസ്ഥിതിക വിഷവസ്തുക്കളുടെ വാഹകരായും അവ പ്രവർത്തിക്കുന്നു. 2025 ആഗോളതലത്തിൽ ഏകദേശം 516 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2060 ആകുമ്പോഴേക്കും അത് ഏതാണ്ട് 1.2 ബില്യൺ ടൺ വരെ എത്താമെന്നാണ് പ്രവചനം. പ്ലാസ്റ്റിക് മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിതം ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. ഒറ്റ തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും മൈക്രോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവ റീസൈക്കിൾ ചെയ്ത് പുതിയ ഉൽപ്പന്നങ്ങളായി എത്തുന്നുണ്ട്. എന്നാൽ ഒറ്റ തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ വ്യാപകമായി വലിച്ചെറിയപ്പെടുന്നു. അത് മൈക്രോ പ്ലാസ്റ്റിക്കായി മാറി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. പരമാവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറച്ചും പരമാവധി ഉൽപ്പന്നങ്ങൾ റീസൈക്കിൾ ചെയ്തും വീണ്ടും ഉപയോഗിക്കാവുന്നവ വീണ്ടും ഉപയോഗിച്ചും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറച്ച് നമുക്കും പ്രകൃതി സംരക്ഷണത്തിൽ പങ്കാളികളാകാം.